അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിസീന ബിറിദല്ലാഹി അമ്മാ. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ ഉസ്താദന്മാരെ, എൻ്റെ പ്രിയപ്പെട്ട മുതഅല്ലിം സുഹൃത്തുക്കളെ, വിധികർത്താക്കളെ, ഇസ്തിഫ എന്ന സുന്ദരമായ ഈ വേദിയിൽ മാതാപിതാക്കളോടുള്ള മര്യാദകൾ എന്ന വിഷയത്തെക്കുറിച്ച് ഒന്ന് രണ്ട് വിഷയങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ പറയാനാണ് ഞാൻ വന്നത്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാരാകട്ടെ. ആമീൻ. മാതാപിതാക്കളോടുള്ള സ്ഥാനവും മഹത്വവും തിരിച്ചറിഞ്ഞൊരു കാലത്തിൽ നിന്ന് പിന്മാറി ഇന്ന് അവരുടെ പേര് കൊണ്ട് അഭിസംബോധനം ചെയ്യുന്ന ഒരു കാലത്തേക്ക് മാറിയ പശ്ചാത്തലത്തിൽ ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഏറെ പ്രസിദ്ധിയേറിയതാണ്. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കുട്ടിയുമായി പോകുന്ന ഒരു മനുഷ്യനെ കണ്ടു. അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുട്ടിയോട് ചോദിച്ചു, ആരാണ് ഇദ്ദേഹം എന്ന്. കുട്ടി ഉടനെ പറഞ്ഞു, ഇത് എൻ്റെ വാപ്പയാണ് എന്ന്. തങ്ങൾ ആ കുട്ടിക്ക് 4 ഉപദേശം നൽകുന്നു. ഫലാ തബ്ഷി അമാമ അബീക, നീ നിന്റെ പിതാവിൻ്റെ മുന്നിലൂടെ നടക്കരുത്, പിന്നിലൂടെ നടക്കണം. വലാ തസ്തസിബ്ബലഹു, നിന്റെ പിതാവ് നിന്നെ ആക്ഷേപിക്കുന്ന നിലയിലുള്ള ഒരു പ്രവർത്തനവും നിന്നിൽ നിന്ന് ഉണ്ടാവരുത്. വലാ തജ്ലിസ് ഖബ്ലഹു, നിന്റെ പിതാവ് ഇരിക്കുന്നതിന് മുമ്പ് നീ ഇരിക്കരുത്. വലാ തദ്ഉഹു യുദ്ആ ബിസ്മിക്, അദ്ദേഹത്തിൻ്റെ പേര് കൊണ്ട് നീ അഭിസംബോധനം ചെയ്യരുത്. ഇതെല്ലാം നാം നമ്മുടെ ബഹുമാന്യരായ മാതാപിതാക്കളോട് പാലിക്കേണ്ട മര്യാദകളാണ്. നാഥനായ റബ്ബ് തആല എല്ലാ ബഹുമാനാദരവുകൾ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നൽകാൻ തൗഫീഖ് നൽകുമാരാകട്ടെ. ആമീൻ. പ്രിയമുള്ള കൂട്ടുകാരെ, അവരോട് നന്മ ചെയ്യുന്നതിന് പ്രാമുഖ്യം നൽകുക. എന്നാൽ വല്ല തിന്മകളാണോ അവർ നിങ്ങളോട് ആവശ്യപ്പെടുന്നതെങ്കിൽ അത് അനുസരിക്കേണ്ടതില്ല. കാരണം സൃഷ്ടാവിനോട് അനുസരണക്കേട് കാണിച്ചുകൊണ്ട് സൃഷ്ടികളെ ആദരിക്കാനാവൂല. ഈ നന്മ എന്നതിൽ അവരോടുമായുള്ള ഇടപെടലുകളിൽ നല്ല പെരുമാറ്റത്തോടെയും മര്യാദയോടെയും നിറഞ്ഞ സ്നേഹത്തോടെയും ചെയ്തു കൊടുക്കുന്ന എല്ലാത്തരം നന്മകളും സേവനയും അനുസരണയും ഉൾക്കൊള്ളുന്നു. ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു, തന്നെയല്ലാതെ നിങ്ങൾ ആരാധിക്കരുതെന്നും മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നും നിന്റെ രക്ഷിതാവ് വിധിച്ചിരിക്കുന്നു. വളരെ നിസ്സാരമായ ദ്രോഹം പോലും അവരോട് ചെയ്യരുത്. എന്നൊരു വാക്ക് പോലും അവരോട് പറയരുത്, പ്രത്യേകിച്ച് അവരുടെ വാർദ്ധക്യത്തിൽ. ഖുർആനിൽ അല്ലാഹു പറയുന്നു, വഖ്ഫിദ് ലഹുമാ ജനാഹൽ ദുല്ലി മിനർ റഹ്മതി ഫഖുൽ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറാ. കാരുണ്യത്തോടു കൂടി എളിമയുടെ ചിറകിനി അവരിരുവർക്കും താഴ്ത്തി കൊടുക്കുകയും ചെയ്യുക. എൻ്റെ രക്ഷിതാവേ, ചെറുപ്പത്തിൽ അവർ എന്നെ പോറ്റി വളർത്തിയതുപോലെ അവരോട് നീയും കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുക. അവർ ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് എപ്പോഴും നന്ദിയുള്ളവരാവുക. അവർക്ക് വേണ്ടി അല്ലാഹു തആല പറയുന്നു, മനുഷ്യൻ തൻ്റെ മാതാപിതാക്കളുടെ കാര്യത്തിൽ നാം അനുശാസനം നൽകിയിരിക്കുന്നു. ക്ഷീണത്തിനുമേൽ ക്ഷീണവുമായിട്ടാണ് മാതാവ് അവനെ ഗർഭം ചുമന്ന് നടന്നത്. മുലക്കുടി നിർത്തിയതാകട്ടെ 2 വർഷം കൊണ്ടുമാണ്. എന്നോടും നിൻ്റെ മാതാപിതാക്കളോടും നീ നന്ദി കാണിക്കൂ. എൻ്റെ അടുത്തേക്കാണ് നിൻ്റെ മടക്കം. അവർക്ക് വേണ്ടി നല്ല നിലയിൽ ചിലവഹിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ പറഞ്ഞു, നീയും നിൻ്റെ സമ്പത്തും നിൻ്റെ പിതാവിനുള്ളതാണ്. നീയും നിന്റെ സമ്പത്തും നിന്റെ പിതാവിനുള്ളതാണ്. തീർച്ചയായും നിങ്ങളുടെ മക്കളാണ് നിങ്ങളുടെ ഏറ്റവും നല്ല സമ്പാദ്യം. അതിനാൽ നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ സമ്പത്തിൽ നിന്ന് ഭക്ഷിച്ചു കൊള്ളുക. അവർക്ക് വേണ്ടി അവരുടെ ജീവിതകാലത്തും മരണശേഷവും പ്രാർത്ഥിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറയുകയുണ്ടായി, ഒരാൾ മരണപ്പെട്ടാൽ 3 കാര്യങ്ങളല്ലാത്ത അവൻ്റെ കർമ്മങ്ങളെല്ലാം നിലനിൽക്കുന്ന ദാനധർമ്മം ഒഴികെ, ഉപകാരപ്പെടുന്ന അറിവും ഒഴികെ, അവൻ മരിച്ചാൽ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ ഒഴികെ എല്ലാം നിലച്ചു പോകും. അതിനാൽ നാം നമ്മുടെ ബഹുമാന്യരായ മാതാപിതാക്കൾക്ക് ജീവിതകാലത്തും മരണശേഷവും പ്രാർത്ഥിക്കുകയും വേണം എന്ന് പറഞ്ഞു കൊണ്ട് എൻ്റെ ഈ കൊച്ചു പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.